പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാണുന്ന വസ്തുക്കളെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മേൽ അധികാരിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്. അപ്പോൾ അവന് ഈ പ്രപഞ്ചത്തിൽ അധികാരിയായി വന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാര്യം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കും. പക്ഷെ അവന് ചില പ്രത്യേകമായ കരുത്ത് അവനുണ്ടായിരിക്കണം. ബഹുമാനപ്പെട്ട ശൈഖ് മുത്തവല്ലി ശഅറാബി റഹിമഹുല്ലാഹ് ഈ ആയത്ത് നൽകുന്ന വ്യാഖ്യാനത്തിൽ പറയുന്നത് നിങ്ങൾ നോക്കൂ. ഒരു മനുഷ്യൻ തന്റെ റബ്ബുമായുള്ള ബന്ധത്തിന് അവന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ അവൻ പാലിക്കുകയാണെങ്കിലോ അവന്റെ സുരക്ഷിതത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത് പേടിക്കേണ്ട. ഏതാണ് ഏതാണ് ആ നിബന്ധന? വഹിയ, ആ നിബന്ധനകളിൽ ഒന്നാമത്തെ നിബന്ധന എന്ന് പറഞ്ഞാൽ ഒന്ന് അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹ ഇല്ലെന്നും മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലാണെന്നും അവൻ ഷഹാദത്തിലാകണം. അതായത് അവന് ദൃഢമായ വിശ്വാസം ഉണ്ടായിരിക്കണം. വ മഅനാഹാ, അല്ലാഹു ഏകനാണെന്നും മുത്ത് മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂലാണെന്നുമുള്ള ദൃഢമായ വിശ്വാസം എന്നാൽ എന്താണ്? മഅനാഹ, ആ പറഞ്ഞതിന് മഅന ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടത് അള്ളാഹു അല്ലാതെ വേറൊരാളും ഇല്ല എന്ന് വിശ്വസിക്കും. പിന്നെയോ ഔലി അംരിൻ ലി അഹദിൻ ഫീ ഖൽഖില്ലാഹി ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ കൽപ്പനാധികാരം യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാത്ത ഒരാൾക്കുമില്ല എന്നും വിശ്വസിക്കുക. എല്ലാത്തിനും കൽപ്പനാധികാരം എന്തും ഇവിടെ നടക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ചാണ്, അല്ലാത്തൊരാൾക്ക് അധികാരം ചെയ്യാൻ ഒന്നുമില്ല. വളരെ ചിന്തിക്കണം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തിലല്ലാതെ ഒരു കാര്യം ഇവിടെ നടക്കൂല, ഒന്നും നടക്കൂല. ശത്രു നിന്നെ ആക്രമിക്കണമെന്ന് സങ്കല്പിക്കുക, അങ്ങനെ ആക്രമിക്കണമെങ്കിലും അവന്റെ മനസ്സ് അള്ളാന്റെ കയ്യിലാണ്. അള്ളാഹു പിടിച്ചവൻ അനങ്ങാൻ കഴിയില്ല. ഖൽബ് അവന്റെ കയ്യിലാണ്, നാസിയത്ത് അള്ളാന്റെ കയ്യിലാണ്. പിന്നെ എന്ത് ചെയ്യും? ഇന്നൽ ഖുലൂബ ബിയദിർ റഹ്മാൻ യുഖല്ലിബുഹാ കൈഫ യശാ. ഇന്നൽ ഖുലൂബ ബിയദിർ റഹ്മാൻ, ഏതൊരാളുടെ ഹൃദയവും, അത് ഏത് ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും ആരുടെ ഹൃദയവും ബിയദിർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ കയ്യിലാണ്. ഏതൊരാളുടെയും ഹൃദയം, മനസ്സ്, ഹൃദയം അല്ലാഹുവിന്റെ കയ്യിലാണ്. യുഖല്ലിബുഹാ കൈഫ യശാ, അത് അങ്ങോട്ട് മാറ്റാനും ഇങ്ങോട്ട് തിരിക്കാനും അല്ലാഹു കഴിയും. നല്ലവന്റെ കൽബിനെ അപ്പുറത്ത് കാക്കാനും ഇപ്പുറത്ത് കാക്കാനും എന്താവാനും ഇനി ആക്രമിക്കാൻ വരുന്ന അവനെ ആക്രമിക്കാതിരിക്കാൻ ആക്കാനും ഏറ്റവും വലിയ ആക്രമിയെ ഏറ്റവും വലിയ മിത്രമാക്കി മാറ്റാനും ആർക്ക് കഴിയും? ആർക്ക് കഴിയും? ഇതൊക്കെ അടിസ്ഥാന വിശ്വാസങ്ങളാണ്. ഈ അടിസ്ഥാന വിശ്വാസങ്ങളെ വിട്ടിട്ടുള്ള ഒരു ബേജാറിലാണ് ഇന്ന് മുസ്ലിം സമുദായം. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇന്നത്തെ പ്രശ്നം അതൊന്നുമല്ല. പ്രശ്നം നമ്മൾ ഈമാൻ മെല്ലെ മെല്ലെ നഷ്ടപ്പെട്ടുകൊണ്ട് അത് നമ്മൾ ഭയപ്പെടണം. നമ്മളെ കയ്യിൽ മുതലുണ്ട്, അത് പരിശുദ്ധ തൗഹീദാണ്. അതിലെന്താ എന്തൊക്കെയാണ് വ്യാഖ്യാനം? ഇന്നൽ ഖുലൂബ ബിയദിർ റഹ്മാൻ യുഖല്ലിബുഹാ കൈഫ യശാ. ഇനി വേറൊരു ഹദീസ് ഞാൻ പറഞ്ഞുതരാം. ഒരാൾ കടം വന്ന് കൂടി അധികരിച്ചു വന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് വന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കടം തീരാൻ വേണ്ടി ഒരു വിഷയം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കടം തീരാൻ വേണ്ടി ദുആ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ദുആ ഭയങ്കര ശ്രദ്ധിക്കേണ്ട ദുആ, അതിൻ്റെ ഉള്ളിൽ ഭയങ്കര കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഏതാ ദുആ? കടം തീരാനുള്ള ദുആ ഏതാ? ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് മാ നാമ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ലൈലത്തിൻ ഹത്താ യദ്ഉ ബിഹാദ ദുആ. ഈ ദുആ ചെയ്യാതെ ഒരു രാത്രിയും നബി ഉറങ്ങാറില്ല സ്വല്ലല്ലാഹു. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വറബ്ബൽ അർളി വറബ്ബൽ അർശിൽ അളീം റബ്ബനാ വറബ്ബ കുല്ലി ഷൈ ഫലിഖൽ ഹബ്ബി വൻ നവാ മുനസ്സിൽ അത്തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ നഊദു ബിക മിൻ ശർരി കുല്ലി ദീ ശർരിൻ أنت آخذ بناصيته أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء اقلع عني الدين واغنني من الفقر. محمد മുസ്തഫ ഇതിൻ്റെ ഉള്ളിൽ ഒരു സെന്റൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത്. പുണ്യ മുഹമ്മദ് മുസ്തഫ കടം തീരാൻ വേണ്ടി ഇത് ചെല്ലാതെ ഒരു രാത്രി മുത്തുനബി ഉറങ്ങിയിട്ടില്ല എന്നാണ്. മാ നാമ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ മുത്തുനബി ഉറങ്ങിയിട്ടില്ല. മുത്ത് മുഹമ്മദ് മുസ്തഫ ഹത്താ യദ്ഉ ബിഹാദ ദുആ, ഈ ദുആ ചെയ്യാതെ ഒരു രാത്രിയിലും ഹബീബ് ഉറങ്ങിയിട്ടില്ല മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുആ അങ്ങനെ ഞാൻ മുഴുവൻ ഇവിടെ അർത്ഥം വെക്കുന്നില്ല, വളരെ പരിമിതമായ സമയമാണ്. اللهم رب السماوات أعطاك رب الأرض ورب العرش العظيم ربنا ورب كل شيء
ഞങ്ങളുടെ രക്ഷിതാവേ, വറബ്ബ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളുടെയും രക്ഷിതാവേ, ഫാലിഖൽ ഹബ്ബി വന്നവ, വിത്തിനെയും കുരുവിനെയും മുള പൊട്ടിച്ച് സസ്യവും വൃക്ഷവും ആക്കി തന്നവനെ, മുനസ്സില തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ, തൗറാത്തും ഇൻജീലും ഖുർആനും ഇറക്കി തന്നവനെ എന്നിട്ട് പറയാണ്, നഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, മിൻ ശർരി കുല്ലി ദീ ശർരിൻ, ഉപദ്രവിക്കുന്ന ഏത് വസ്തുവിൻ്റെയും ഉപദ്രവത്തെ തൊട്ട്. നഊദു ബിക മിൻ ശർരി കുല്ലി ദീ ശർരിൻ അൻത ആഖിദും ബിനാസിയതിഹി, അൻത ആഖിദും ബിനാസിയതിഹി, എന്നെ ഉപദ്രവിക്കുന്ന ഏതൊരുത്തൻ്റെയും മൂർത്താവ് നിന്റെ കയ്യിലാണ്. ഈ വിട്ടാലേ അവൻ ഉപദ്രവിക്കാൻ കഴിയുള്ളൂ. നഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു, മിൻ ശർരി കുല്ലി ദീ ശർരിൻ, എന്നെ ഉപദ്രവിക്കുന്ന ഏത് വസ്തുവിന്റെയും ഉപദ്രവത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അന്ത, നീ ആഖിദുൻ, പിടിച്ചവനാണ്, ബിനാസിയതിഹി, അവന്റെ മൂർത്താവിൽ. അപ്പോൾ നമ്മെ ആരുപദ്രവിക്കുകയാണെങ്കിലും ആ ഉപദ്രവിക്കുന്നവന്റെ മൂർത്താവ് ആരുടെ കയ്യിൽ തന്നെയാണ്? നമ്മളെ മൂർത്താവ് അള്ളാന്റെ കയ്യിലാണ്. നമ്മളെ മൂർത്താവ് അള്ളാന്റെ കയ്യിലാണ്. ഉപദ്രവിക്കാൻ പറ്റുന്ന മൂർത്താവ് അള്ളാന്റെ കയ്യിലാണ്. അപ്പൊ മൂർത്താവുമ്മൻ പിടിച്ച അഭിനന്ദി കഴിയും. നാസിയത്ത്, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ ആക്രമിക്കുമെന്ന് പറഞ്ഞ ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതേ വാക്ക് ഖുർആനിൽ ആയത്തിറങ്ങിയിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഏതാ സ്ഥലം? ആര് പറഞ്ഞു? അബൂജഹൽ പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൈഹി. ഞാൻ മുഹമ്മദിനെ ഞാൻ കഅബാലയത്തിന്റെ മുന്നിലിട്ടിട്ട് ഇനി മുഹമ്മദ് നിസ്കരിക്കുന്നത് കണ്ടാൽ ഉപദ്രവിക്കുന്നൊന്നല്ല പറഞ്ഞത്, ഞാൻ സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അല്ലാഹു തആല അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പൊരുത്ത് നമുക്ക് തുറന്നു തരട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സന്തോഷം അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ റുയത്തിലും മനാമിലും ഇഖ്ളത്തിലും കാണുന്നവരിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സന്തോഷം അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവിടെ പറയുന്ന വർത്താനം നോക്കി നിങ്ങൾ, അവിടെ പറയുന്നത് ഖുർആൻ ഇതേ വാക്കുകളുണ്ട്. കല്ലാ കല്ലാ ലഇൻ ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ, നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل المدينة الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. പറയുന്നുണ്ട് കല്ലാൽ ഇല്ലം യന്തഹി, എന്റെ റസൂലിനെ നീ ബുദ്ധിമുട്ടിക്കുന്ന പണി നീ നിർത്തിയിട്ടില്ലെങ്കിൽ, അവന്റെ മൂർത്താവിൽ നാം പിടികൂടും. ആര് പറയാ? പിടിച്ചിട്ട് അവനെ വലിക്കും, മക്കാങ്ങാടിയിലൂടെ വലിക്കും. അങ്ങോട്ട് ചാടുന്ന അവന്റെ മൂർത്താവിൽ ഇങ്ങോട്ട് വലിക്കും. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ, കള്ളന്റെ മൂർത്താവാണത്, നോണ പറയുന്ന മൂർത്താവാണത്, പിഴച്ച മൂർത്താവാണ്. കല്ലാത്തുത്തിയാവൂ, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. വസ്തു നിങ്ങൾ സുജൂദിൽ ഏർപ്പെട്ടാളി ഓന് നിങ്ങൾക്ക് നിങ്ങളെ മേൽ കാലെടുത്ത് വെക്കാൻ കഴിയില്ല. ഓൻ്റെ മൂർത്താവ് എൻ്റെ കയ്യില്ല. അവർ പറഞ്ഞ് യാ അല്ലാഹ്, ഇതൊക്കെ എന്താ മറക്കണ്? ഇതൊക്കെ എങ്ങനെ മറക്കണ്? ആദ്യം നമ്മളെ മേൽ തൊടുകയാണെങ്കിൽ മൂർത്താവ് ആരെ കയ്യില? എന്ത് വർത്താനം പിന്നെ? എന്താ പിന്നെ നടക്കണത്? നമ്മളായാൽ മനസ്സിലായോ? നമ്മളാകണം. അങ്ങനെയാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു ഇന്ദിരാഗാന്ധി നദ്വി സാഹിബിനോട്, അലിമിയാനോട്. അദ്ദേഹം വലിയ മുത്തക്കയ മനുഷ്യനാണ്, നമുക്കറിയാലോ. അദ്ദേഹം വലിയ ആലിമുമാണ്, വലിയ മുത്തക്കയുമാണ്. അപ്പം അദ്ദേഹത്തോട് ഇന്ദിരാഗാന്ധി പറഞ്ഞ് നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം. അപ്പോൾ പറഞ്ഞ് ഞാൻ നീതിമാന്മാരായ ഭരണാധികാരികൾക്ക് വേണ്ടി എല്ലാ രാത്രിയും ദ്വാ ചെയ്യും. എനിക്ക് പ്രത്യേക ദ്വാരൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്കാണ് പണിയുള്ളത്. മനസ്സിലായില്ല? എന്താ വർത്താനം? അത് ഞാൻ ദ്വാരക്കാം അൽഫാത്തിഹ. എനിക്ക് കവർ നോക്കുന്ന ആളായിരുന്നു അതിലൊന്നും അവർ കവർ നോക്കി ചെല്ലുന്ന ആളുകളായിരുന്നില്ല. അതൊക്കെ പോയതാണ് സമുദായത്തിന് വന്നിട്ടുള്ള ഭീമമായ അപകടം. ഇന്ദിരാഗാന്ധിയുടെ കയ്യിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള കവർ നോക്കിയിട്ട് ദ്വാരക്കുന്ന ആളായിരുന്നില്ല അവരൊന്നും. ദ്വാരക്കണം. അപ്പൊ പറഞ്ഞ്
ഞാൻ നീതിമാന്മാരായ ഭരണാധികാരികൾക്ക് വേണ്ടി എല്ലാ രാത്രിയും ദുആ ചെയ്യാറുണ്ട്. എനിക്ക് പ്രത്യേക ദുആയുടെ ആവശ്യമില്ല. എന്റെ ദുആയിൽ ഉൾപ്പെടാൻ നിങ്ങൾ ശ്രമിച്ചാൽ മതി. നിങ്ങൾ എന്ത് ചെയ്യണം? അത്ര എനിക്ക് പുതിയ ദുആന്റെ ആവശ്യമില്ല, ഞങ്ങളും അതിൽ ഉൾപ്പെടും. എന്റെ ദുആയിൽ ഉൾപ്പെടാൻ നിങ്ങൾ ശ്രമിച്ചാൽ മതി. അപ്പൊ നമുക്ക് നിങ്ങള് മൂർത്താവ് അള്ളാന്റെ കയ്യിലായിരിക്കും, അനങ്ങാൻ പറ്റൂല. നമ്മൾ നന്നാവണം. നമുക്ക് പണിയാണുള്ളത്, ഒരാൾക്കും പണിയില്ല. പണി ആർക്കുമില്ല. ആർക്കേ ഉള്ളൂ? അള്ളാന്റെ പണി അള്ള എടുക്കണമെങ്കിൽ നമ്മളെ പണി നമ്മൾ എടുക്കണം. എന്താ മറക്കണം ഇതൊക്കെ? നബിയെ, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. വിടുവായത്വം അവൻ നിർത്തിയിട്ടില്ലെങ്കിൽ അവന്റെ നാസിയത്തിനെ മൂർത്താവിനെ പിടിച്ചു വലിക്കും. രണ്ടോട്ട് പറഞ്ഞു. പിഴച്ച മൂർത്താവാണ്, കള്ളന്റെ മൂർത്താവാണ്. അള്ളാഹ്ക്ക് ആ മൂർത്താവിനോട് ഒരു ബഹുമാനവും ഇല്ല. അതിനർത്ഥം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. എല്ലാം മൂർത്താവുമ്പോഴും അള്ളാഹ് പിടിക്കൂല. കാരണം ബഹുമാനിക്കപ്പെടേണ്ട മൂർത്താവുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് വസ്ജുദ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ സുജൂദ് ചെയ്തോളി. അപ്പൊ നിങ്ങളെ മൂർത്താവ് ആരെ മുന്നിലാണ്? അള്ളാഹുവില്ല. നിങ്ങളെ മൂർത്താവ് ആരും പിടിക്കൂല. ഓന്റെ മൂർത്താവോ ഓൻ അള്ളാഹിന്റെ മുന്നിലല്ല, അതുകൊണ്ട് അവൻ പിടിക്കാൻ അള്ളാഹ്ക്ക് ഒരു പ്രയാസമില്ല. അള്ളാഹുവിനെ മൂർത്താവിനെ ബഹുമാനിക്കൂല. കാദിബത്തിൻ ഖാതിഅ. നമ്മളായ ഒരു പ്രശ്നമില്ല. നമ്മളായാൽ പ്രശ്നമില്ല. ഈ വിടുവായത്തങ്ങൾ മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ അടുത്ത് വെച്ച് മക്ക അങ്ങാടിയിലിട്ട് ഞാൻ ഉപദ്രവിക്കും എന്ന വാക്കവൻ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ അവന്റെ നാസ്യത്തിന് അവന്റെ മൂർത്താവിനെ പിടിച്ചു വലിക്കും. ആ മൂർത്താവ് പിടികൂടുകയും പിടിച്ചു വലിക്കുകയും ചെയ്യും. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞു, നബിയേ, അല്ലാഹു ഓർഡർ ഇട്ടിട്ടുണ്ട്, അവനെങ്ങാനും നിങ്ങളെ ഉപദ്രവിക്കാൻ വരികയാണെങ്കിൽ മലക്കുകൾ ബറ്റാലിയൻ ഇറങ്ങാൻ കാത്തു നിൽക്കുന്നുണ്ട്. ഓർഡർ ഇട്ടു. ഇവിടെ ആണെങ്കിൽ അവിടെ പിടികൂടും. ഈ ജാതി വിടുവായത്വം അവൻ നിർത്തിയിട്ടില്ലെങ്കിൽ കള്ളനായ പേച്ച മൂർത്താവിനെ പിടികൂടാൻ അള്ളാഹ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അതിനോട് അള്ളാഹ്ക്ക് ബഹുമാനമില്ല. കല്ലാത്തുത്യോഹു. നിങ്ങൾ ഭയപ്പെടണ്ട, അതിനൊന്നും ഭയപ്പെടണ്ട. വസ്ജുദ്, നിങ്ങൾ ചെയ്യുന്ന പണിയെടുക്കുക. നിങ്ങളെ മൂർത്താവ് എവിടെയാണ്? അള്ളാഹിന്റെ മുന്നിലാണ്. അതിനോട് അള്ളാഹ്ക്ക് ബഹുമാനമുണ്ട്. ആ പണിയെടുത്ത് പോയാൽ മതി. അതൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? അവന്റെ മൂർത്താവ് എവിടെയല്ല? സുജൂദിലല്ല. നിങ്ങളെ മൂർത്താവ് സുജൂദിനായ മൂർത്താവാണ്. സുജൂദിനായ മൂർത്താവിനെ ആരെ സംരക്ഷിക്കും? അള്ളാഹു സംരക്ഷിക്കും. നീ ആയത്തൊന്ന് കൂട്ടിച്ചോക്കി. ഏതായത്ത്? അൻആമിലെ 82ാമത്തെ ആയത്ത്. الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. ആരാണോ യഥാർത്ഥ മുഅ്മിനീങ്ങൾ, അവരുടെ ഈമാനിനോട് അക്രമം കൊണ്ട് മലിനപ്പെടുത്താത്തവരാരോ, അവരാണ് ലഹും, അവർക്ക് തന്നെയാണ് അൽ-അംനു, സുരക്ഷിതത്വം ഉണ്ടാവുക. അവർക്ക് തന്നെയാണ് നിർഭയത്വം ഉണ്ടാവുക. പേടിക്കണ്ട. അവരാരെ ഏറ്റെടുക്കും? വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളാണോ? നിങ്ങളെ കാര്യം ആരുടെ കയ്യിലാണ്? ഇന്ന് രാവിലെ സുബഹിക്ക് ചൊല്ലിയില്ലേ, വതവല്ലന ഫീമൻ, നീ ഞങ്ങളെ ഏറ്റെടുക്കണം. ഫീമൻ തവല്ലൈത, പഴയ പല ആളുകളെയും പണ്ട് നീ ഏറ്റെടുത്തിട്ടുണ്ട്, അങ്ങനെ ഞങ്ങളെയും നീ ഏറ്റെടുക്കണം. എന്നിട്ട് അതിൻ്റെ അടിയിൽ പറഞ്ഞു, സനായിൽ പറഞ്ഞു, ഫഇന്നഹു ലാ യദില്ലു മൻ വലൈത, നീ ഏറ്റെടുത്തവൻ നിന്യനാവുകയില്ല. വലാ യഇസ്സു മൻ അലൈത, നീ ശത്രുത വെച്ചവൻ യോഗ്യനാവുകയുമില്ല. ഇന്ന് സുബഹിക്കില്ലേ, ഫഇന്നഹു ലാ യദില്ലു മൻ വലൈത, നീ ഏറ്റെടുത്തവൻ നിന്യനാവുകയില്ല. വലാ യഇസ്സു മൻ അലൈത, നീ ശത്രുത വെച്ചവൻ യോഗ്യനാവുകയുമില്ല. നീ ഒരാളോട് ശത്രുത വെച്ചിട്ടുണ്ടെങ്കിൽ അവന് യോഗ്യനാക്കാൻ കഴിയുകയില്ല. നീ ഒരാളെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവന് ഏത് ബഹറിന്റെ നടുവിലും നിസാരപ്പെടുകയില്ല, ഏത് ശത്രുവിന്റെ മുന്നിലും പ്രയാസപ്പെടുകയില്ല. കാരണം നീ അവനെ ഏറ്റെടുത്തിട്ടുണ്ട്.
അള്ള ഒരാളെ ഏറ്റെടുത്ത് എന്തിനാ വിളിക്കുന്നത്? അള്ളല്ലേ ഏറ്റെടുത്ത്? അല്ലല്ലേ ഏറ്റെടുത്ത്? ഇതിന് ടവറിന്റെ പരിസരത്തുള്ള മൊബൈലിലോ റേഞ്ച് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ടവർ വിട്ടുപോയാലേ അല്ലേ പേടിയുള്ളൂ. ഇത് പരിധി പുറത്താണ്. അള്ളാഹ്ക്ക് പരിധി പുറത്താൻ ഒന്നും ഉണ്ടാവില്ലല്ലോ. അള്ളാഹിന്റെ പരിധി ഒന്നും വിടൂല. അള്ളാഹിന്റെ പരിധി ഒന്നും വിടൂല. وعنده مفاتيح الغيب لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. എല്ലാം അവന്റെ കയ്യിലുണ്ട്. എല്ലാം അവൻ അറിയും. എല്ലാം അറിയും. ഒരു വസ്തു പോലും ഒരു ഉണങ്ങിയതോ പച്ചയായതോ വെയിലുട്ടുള്ളതോ വെളിച്ചമുള്ളതോ നിസ്സാരമോ വലുതായ ഒന്നും അവന്റെ കണ്ണിൽ നിന്ന് മറയുകയില്ല. ഒന്നിനെയും അവന് അവ്യക്തമാവുകയില്ല. അവന്റെ കാഴ്ചയിൽപ്പെടാത്ത ഒന്നുമില്ല. പിന്നെ വിളിക്കുന്നത് അള്ളാഹുവിന് നിന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് നീ വിചാരിക്കരുത്. അപ്പൊ സദാസമയം ആര് ശ്രദ്ധിക്കുന്നുണ്ട്? നമുക്ക് ബേജാറുണ്ടോ? നമ്മൾ ബേജാറാണ്ട. إن كانت لتبدي به لولا أن ربطنا على قلبها لتكون من المؤمنين. കുട്ടിയെ വെള്ളത്തിലിട്ടിട്ട് ഒരു സുഖമല്ല ആർക്ക്? യാറ ഹബീബിക്ക്. കുട്ടിയെ പെട്ടിയിലാക്കിയിട്ട് വെള്ളത്തിൽ കൊണ്ടിട്ട് വെള്ളത്തിന്റെ ഓളം ഇങ്ങനെ അടിച്ച് കുട്ടി ഇങ്ങനെ പോയപ്പോ ഇങ്ങനെ ബേജാറായി. കാരണം പൊന്നുപോലത്തെ കുട്ടിയല്ലേ. എന്നിട്ട് എന്തുണ്ടായത്? നിങ്ങൾ ചിരിക്കേണ്ട വർത്താനല്ലേ ഇപ്പൊ പറയുന്നത്? എന്താ നിങ്ങൾ ചിരിക്കാതിരിക്കണത്? ചിരിക്കേണ്ട വർത്താനല്ലേ? പെണ്ണിനോട് അള്ളാഹ് പറഞ്ഞു എന്ത്? നെയിൽ നദി കൊണ്ടിട പറഞ്ഞു. നെയിൽ നദി കൊണ്ടിട്ട് പെണ്ണിന് വല്ല സുഖം ഉണ്ടാവുമോ? ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ഓളത്തിനടിച്ചിങ്ങനെ പോവുകയാണ്. എന്ത് ഒച്ചടാനും വയ്യ. കാരണം നേരം വെളുക്കാൻ കാലത്ത മനുഷ്യന്മാർ അറിഞ്ഞാൽ വിഷയവും. കുട്ടികളെ തെരഞ്ഞെടുക്കാം ഫിറൗന്. إن كانت لتبدي به لولا أن ربطنا على قلبها لتكون من المؤمنين. ഇതാണ് ആയത്തിന്റെ ഒരു രസം. واصبح فؤاد أم موسى فارغا إن كانت لتبدي به لولا أن ربطنا على قلبها لتكون من المؤمنين. واصبح فؤاد أم موسى فارغا. മൂസയെ കൊണ്ടുപോയി വെള്ളത്തിലിട്ടപ്പോൾ പിന്നെ ഉമ്മയുടെ മനസ്സിൽ പിന്നെ ഒന്നുമില്ല. പിന്നെ ഉമ്മക്ക് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, ഭർത്താവിന് ജോലിക്ക് കൊടുക്കണം, ഇതൊന്നും ചിന്ത ആർക്കില്ല. ഉമ്മാക്കില്ല. ഉമ്മാക്ക് എന്റെ കുട്ടി ഇവൾ തന്നെ ഇത് വിളിച്ചു പറയുമായിരുന്നു. കൽബിന് ഞാൻ കെട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ കുട്ടീനെ വെള്ളത്തിലിട്ടുണ്ടോ എന്ന് വളരെ കുറച്ച് വിളിച്ച് പറയായിരുന്നു. ആ കോലത്തിലാണ് നമുക്ക് ബേജാറുണ്ടായത്. ഒറ്റ കെട്ടിയാൻ കെട്ടി ഇൻകാദത്ത് അവൾ അടുത്തിട്ടുണ്ടായിരുന്നു. എന്തിന്? ലതുബ്ദി ബിഹി, ഈ കുട്ടിയെ ഞാൻ തന്നെയാണ് കൊണ്ടുപോയിട്ടതെന്ന് പുറത്ത് പറയാൻ അവൾ അടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ലൗല റബത്ന അലാ ഖൽബിഹാ, അവളെ കൽബിന് നാം കെട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താണ് വർത്താനൊക്കെ? ഏതാ സൂറത്ത്? ഖസസ് തുടക്കണ്ട ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأصبح فؤاد أم موسى فارغا إن كادت لتبدي به لولا ربطنا على قلبها لتكون من المؤمنين. ഈ പെണ്ണിന്റെ മനസ്സിൽ പിന്നെ ഒന്നുമില്ല. മൂസാ നബിയുടെ ഉമ്മയുടെ പേരാണ് യാറ ഖബീബ് റളിയല്ലാഹു അൻഹാ. ഒന്നുമില്ല ഈ പെണ്ണിന്റെ മനസ്സിൽ. കുട്ടി ലമ്മാ റഅത്തിൽ അംബാജത്തിൽ അബുബിത്താബൂതി. ലമ്മാ റഅത്ത്, ആ പെണ്ണ് കണ്ടപ്പോൾ അൽ അംബാജ, തിരമാലകളെ, തെൽ അബു, ആ തെൽമാലകൾ കളിക്കുന്നു, ബിത്താബൂത്തി, ഈ പെട്ടിയെയും കൊണ്ട്. പെട്ടി ഇങ്ങനെ അടിച്ചിങ്ങനെ. അപ്പൊ പെണ്ണിന് തോന്നി, കുറച്ചോനെ എന്റെ കുട്ടിപ്പം മൂലോ കാതത്തസിയവും.
അട്ടഹസിക്കാൻ അടുത്തതാണ്. അപ്പൊ തഖൂലു പറയാൻ യാ ബിനാ, എന്റെ കുട്ടിയെ, എന്റെ കുട്ടിയെ, എന്റെ കുട്ടിയെ, എന്റെ കുട്ടിയെ. فلما سمعت أن فرعون آخر التابوت لم تشك أنه يقتله. പിന്നെ പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ വിവരം കിട്ടി പെട്ടി ഫിറഔന്റെ കയ്യിലെത്തിയിട്ടുണ്ട്. ലം തശുക്ക, പിന്നെ സംശയം ഉണ്ടായില്ല അന്നഹു യഖ്തുലു, എന്താണെങ്കിലും കൊല്ലും. പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ വിവരം കിട്ടി എന്ത്, ഈ പെട്ടി പോയി ആരെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താനാണോ ഇത് ചെയ്ത് അയാളെ കയ്യിൽ തന്നെ പറ. ലം തശുക്ക, പിന്നെ പെണ്ണിന് സംശയം ഉണ്ടായില്ല അന്നഹു യഖ്തുലുഹു, ഫിറഔൻ കുട്ടിയെ കൊല്ലും. ഞാനെങ്ങാനും ആ പെണ്ണിന്റെ കൽബിന് കെട്ടിയില്ലായിരുന്നുവെങ്കിൽ ആ പെണ്ണത് വിളിച്ച് പറഞ്ഞിട്ട് അവിടെ ബമ്പം കലാമുണ്ടാവും. പക്ഷേ അതൊക്കെ ആ പെണ്ണ് മറന്നുപോയി. ഞാൻ ആ പെണ്ണിനോട് നേരത്തെ പറഞ്ഞിരുന്നു, ഇന്ന റദ്ദു ഇലേക്ക്, ഈ കുട്ടിയെ ഞാൻ നിനക്ക് തന്നെ തിരിച്ചത്. പ്രശ്നം ഉണ്ടാവുമ്പോൾ ഇന്ന വർത്താനമൊക്കെ ജനങ്ങൾ മറന്നു. ഇല ഉമ്മി മൂസ, മൂസാന്റെ ഉമ്മയിലേക്ക് ഞാൻ വഹി അറിയിച്ചിട്ടുണ്ട്. അനർദിഇഹി, ഈ കുട്ടിക്ക് മുല കൊടുത്തോ. ഫഇദാ ഖിഫ്തി അലൈഹി, ഈ കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് നിനക്ക് പേടിയാണെങ്കിൽ ഫഅൽഖിഹി ഫിൽ യമ്മി, വെള്ളത്തിൽ കൊണ്ടുപോയിട്ടാണ്. വലാ തഖാഫി, ഇജ്ജ് പേടിക്കരുത്. വലാ തഹ്സനി, ഒരു മുഷിപ്പുണ്ടാകരുത്. ഇന്നാ റദ്ദുഹു ഇലൈകി, ഈ കുട്ടിയെ ഞാൻ നിനക്ക് തിരിച്ചു തരുകയും വജഅലുഹു മിനൽ മുർസലീൻ, ആ കുട്ടിയെ ഞാൻ മുർസലാക്കുകയും ചെയ്യും എന്ന് ഞാൻ നേരത്തെ ഈ പെണ്ണിനോട് പറഞ്ഞു. പക്ഷെ പ്രശ്നം ഉണ്ടാവും, പെണ്ണുങ്ങളൊക്കെ മറക്കും. فألقيه في اليم ولا تخافي ولا تحزني إنا رادوه إليك إنا رادوه إليك وجعلوه من المرسلين. وأوحينا, നാം വഹി പോലെയുള്ള സന്ദേശം കൊടുത്തിട്ടുണ്ട്, ഉറപ്പായ സന്ദേശം. ആർക്ക്? ഇല ഉമ്മി മൂസ, മൂസാന്റെ ഉമ്മാവിന്. അനർദിഹി, നീ കുട്ടിക്ക് മുല കൊടുത്തോ. എപ്പോഴെങ്കിലും കുട്ടിയെ പറ്റി നിനക്കൊരു പേടി വന്നാൽ പറ, ഫഅൽഖിഹി, ആ കുട്ടിയെ നീ കൊണ്ടുപോയി ഇടണം ഫിൽ യമ്മി, വെള്ളത്തിൽ. പിന്നെയോ വലാ തഖാഫി, കുട്ടിനെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ഈ പോരാ. വലാ തഖാഫി, നീ ഒരിക്കലും പേടിക്കരുത്. വലാ തഹ്സനി, അതിന്റെ പേരിൽ ഒരു ടെൻഷനും മുഷിപ്പും അത് നിനക്കുണ്ടാകരുത്. എന്തുകൊണ്ടെന്നാൽ ഇന്നാ റദ്ദൂഹു ഇലൈകി, ഈ കുട്ടിയെ ഞാൻ നിനക്ക് തന്നെ തിരിച്ച് വജഅലുഹു, എന്നിട്ട് ഞാൻ ഈ കുട്ടിയെ ആക്കുകയും ചെയ്യും മിനൽ മുർസലീൻ, മുർസലീങ്ങളിൽപ്പെട്ട ആളായിരിക്കും. ലോകത്തെ 3-ാം നമ്പർ ആളായി മാറി കുട്ടി. 3-ാം നമ്പർ ആള് മുത്ത് മുഹമ്മദ് മുസ്തഫ 1, ഇബ്രാഹിം നബി 2, 3-ാം നമ്പറാണ് ആര്? സയ്യിദുനാ മൂസ. 136 വട്ടമാണ് ഖുർആൻ മൂസ മൂസ എന്ന് പറഞ്ഞിട്ടുള്ളത്. മൂസ, ഇബ്രാഹിം എന്ന് പോലും എന്ന വാക്ക് പോലും 69 വട്ടേ ഉള്ളൂ. മൂസ എന്ന ഖുർആനിലുള്ളത് 136 വട്ടാണ്. സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. എന്തിനാണ് പഠിക്കുന്നത്? എന്തിനാണ് പഠിക്കുന്നത്? ഇന്നാ റദ്ദൂഹു ഇലൈകി വജഅലുഹു മിനൽ മുർസലീൻ. എന്താവും ലമ്മാറത്തിൽ അംബാദത്തിൽ ആമി താബൂദി കാദത്ത് തസീഹു വതഖൂലു യാ ബിനാ ലമ്മാ സമിഅത അന്ന ഫിറഔന ആഖറ താബൂത ലം തശുക്ക അന്നഹു യഖ്തുലുഹു ഫകാദത്ത് തഖൂലു, കുട്ടിയെ ഫിറഔൻ പിടിച്ചൊന്നും കൂടി അറിഞ്ഞതോട് കൂടെ പെണ്ണ് പറയാൻ തൊള്ളയിൽ വന്നു, യാ ബിനാ യാ ബിനാ. ഷഫഖത്തൻ അലി, കുട്ടിയോടുള്ള ആ ഒരു പേടി സംഭവിച്ച, കുട്ടിക്ക് എന്തോ സംഭവിച്ചോ ആ ഒരു പേടിയും ആ കുട്ടിയോടുള്ള സ്നേഹം, ആ പേടിയും എന്ത് പറ്റിപ്പോന്നുള്ള പേടിയും. ഇന്ന ആ കാലത്ത് തുഹിറാവും, അത് വെളിവാക്കാൻ ഈ പെണ്ണ് പുറത്ത് വന്നതാണ്. എന്ത്? എന്റെ കുട്ടിയാണ് ഫിറഔന്റെ കയ്യിൽ പെട്ടതെന്ന് പറയാൻ ഈ പെണ്ണ് വന്നതാണ്. അവളെ കൽബിൽ ഞാൻ കേട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അവൾ അതും പുറത്തുമായി അറിയുമായിരുന്നു. പക്ഷേ അവൾക്കത് പറയാൻ കഴിയുകയില്ല. അവൾക്ക് ഈമാനുള്ള പെണ്ണാണ്, കൽബിന് കെട്ടുണ്ട്, ഈമാനുണ്ട്. ഒരു സെക്കൻഡ് തൊള്ളെടുത്തപ്പോഴത്തേന് ഈമാൻ ഞാൻ തിരിച്ചു. പിന്നെന്താ ഉണ്ടായത്? പിന്നെ കുട്ടി അങ്ങോട്ട് കരയാൻ തുടങ്ങി, പേരും കരച്ചിട്ട്. കൊട്ടാരത്തിൽ കിട്ടിയ കുട്ടി കരയോട് കരയും. കൊട്ടാരത്തിൽ മുല കുടിക്കാൻ മുലപ്പാലുള്ള പെണ്ണുങ്ങൾ പലതുണ്ട്. ആ പെണ്ണുങ്ങളൊക്കെ മുല കൊടുത്തു, കുട്ടി കുടിച്ചില്ല. ആസിയ ബീവി ഫിറഔനോട് പോയി പറഞ്ഞു, ഒരു കാന്റെ ചോർക്കുള്ള കുട്ടിയാണ്, ഞാൻ ഇതിനെ കൊല്ലരുത്. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു സാധനം കിട്ടിയിട്ടുണ്ട്, ഒന്നും ചെയ്യൂല എന്ന് വാക്ക് തന്നാലേ നിനക്ക് ഞാൻ കാണിച്ചിട്ടുള്ളൂ. ആയിക്കോട്ടെ, നീ നിനക്ക് അത്ര ഇഷ്ടമല്ല. അത്രയും ഇഷ്ടമാണ് ആസിയ ബീവിയോട് ഫിറഔന്. ഞാൻ ഒന്നും ചെയ്യൂല. പിന്നെ പെട്ടിയാണ്. അപ്പോൾ പറഞ്ഞില്ല അല്ലഹുമി ബനി ഇസ്രായേൽ, ചിലപ്പോൾ ഈ കുട്ടി ബനി ഇസ്രായേലിലെ കുട്ടിയാണെങ്കിലോ എന്ന് ചോദിച്ചു. അവർ ഇജി രാജാവാണ്, വാക്ക് മാറ്റരുത്. ഇത് രാവിലെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് ഞാൻ കാണിച്ചു തരണമെങ്കിൽ സമ്മതിക്കണം, ഒന്നും ചെയ്യൂല. അപ്പോൾ ആയിക്കോട്ടെ വളർത്തുക. അതിന് കുട്ടി കരച്ചിൽ നിർത്തിയിട്ട് വേണ്ടേ? എല്ലാം മുലപ്പാലും ഉള്ളു. ആസിയാബീവിന്റെ മുലയും പാലും ഇല്ല. പാലുള്ള പെണ്ണുങ്ങൾ പലതുണ്ട്, കൊടുത്തു നോക്കി, കുട്ടി കുടിക്കുന്നില്ല. അപ്പോഴാണ് മെല്ലെ കൊട്ടാരത്തിന്റെ മുറ്റത്ത് ഒരു സാധു പെൺകുട്ടി വന്ന്
കുൽസൂം എന്ന ആ കുട്ടിയുടെ പേര്. പറഞ്ഞ് എൻ്റെ ഉമ്മാന്റെ കൈ കൊടുത്താൽ കരച്ചിൽ മാറാത്ത കുട്ടി ഉണ്ടാവില്ല. എൻ്റെ ഉമ്മാന്റെ മുലപ്പാല് കൊടുത്താൽ ഏത് കുട്ടികളും കുടിക്കാറുണ്ട്. ഞങ്ങളെ പരിസരത്തൊക്കെ എല്ലാ കുട്ടികൾക്കും എൻ്റെ ഉമ്മാനെ ഭയങ്കര ഇഷ്ടമാണ്. ആരെങ്കിലും ഒരാളെ പറഞ്ഞാണെങ്കിൽ ഉമ്മാനെ അങ്ങോട്ട് നിന്നാണ്. ആര്? കുൽസൂം. ഇത് ഉമ്മാന്റെ കുട്ടിയെന്ന് പറഞ്ഞില്ല. അപ്പൊ വൃത്യകൾ വേഗം ആസിയാന്റെ അടുത്ത് കൊണ്ടുപോയി. ഇത് ഒരു പെൺകുട്ടി, ചെറിയൊരു പെൺകുട്ടി വന്ന് പറയുന്നുണ്ട്, അവളെ ഉമ്മാന്റെ മുലപ്പാൽ ഏത് കുട്ടികളും കുടിക്കൂത്തറേ, അവളെ ഉമ്മാനെ കൈ കൊടുത്താൽ ഏത് കുട്ടികളും കരച്ചിൽ മാറ്റൂത്തറേ, അങ്ങനത്തെ ഒരു ഉമ്മയാണ് അവളെ ഉമ്മ എന്ന് പറയുന്നുണ്ട്. അത്രയും ഇഷ്ടമാണ് കുട്ടികൾക്ക് അവളെ ഉമ്മാനെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യുന്നത്? അപ്പൊ ആസിയ പറഞ്ഞാൽ ആരെങ്കിലും ഒന്ന് പോയിട്ട് ആ ഉമ്മാനെ കൊണ്ടുവരണം. അങ്ങനെ ഉമ്മാനെ കൊണ്ടുവന്നു. ഉമ്മാന ഇന്നയിലേക്ക് ഈ പെണ്ണ് കുറഞ്ഞ നേരം മാത്രമേ കുട്ടി കയ്യിൽ നിന്ന് പോയിട്ടുള്ളൂ. നേരം വെളുത്തെ കുട്ടിയെ കയ്യിൽ കിട്ടി, വെളുപ്പാങ്കാലത്ത് കൊണ്ടുപോയി വെള്ളത്തിലിട്ട് നേരം വെളുത്ത പ്രായത്തിൽ കുട്ടി കയ്യിൽ കിട്ടി. കുട്ടി അരച്ചു തുടങ്ങി. പിന്നെ നിർവാഹമില്ല. അപ്പൊ കുൽസൂം എന്ന കുഞ്ഞുമോള് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ്, ഇത് കുൽസൂം ആരാ? മൂസാ നബിയുടെ മൂത്ത പെങ്ങള്. മൂസാ നബിയുടെ മൂത്ത പെങ്ങളാണ്. 12 വയസ്സ്. മൂസാ നബി ചെറിയ കുട്ടി. 12 വയസ്സാണ് ആർക്ക്? കുൽസൂമിന്. കുൽസൂമാ ഇത് വന്ന് പറയുന്നത്. അപ്പൊ വൃത്യങ്ങൾ ആരെങ്കിലും ഒന്ന് പോയി എന്നാണ്. അങ്ങനെ ഒരു വേലക്കാരത്തി പെണ്ണ് നേരെ കൊട്ടാരത്തിന് പോയി. അപ്പൊ പിന്നെ ഹബീബിയെ കണ്ടു. നിങ്ങൾ വരി, നിങ്ങളെ രാജ്ഞി വിളിക്കണ്ടായിരുന്നു. ഇങ്ങനെ കൊട്ടാരത്തിൽ ചെന്നു. എന്റെ ഇവിടെ കുട്ടീനെ കിട്ടിയിട്ടുണ്ട്, നിങ്ങളെ പറ്റി നിങ്ങളെ മകള് ഇവിടെ വന്ന് പറഞ്ഞ് നിങ്ങളെ കൈ കിട്ടിയ ഏത് കുട്ടികളും കരച്ചിൽ മാറ്റും, അതുകൊണ്ട് അതിനെ വിളിപ്പിച്ചാണ്. കുട്ടീനെ കൊടുത്ത് കുട്ടി കരച്ചിൽ മാറ്റി, മുലപ്പാൽ കൊടുത്ത്. ഇതുവരെ നേരം കൊടുത്തത് ഇതുവരെ മുല കുടിക്കാത്ത കുട്ടി അതാണ് കൊടുത്തതുകൊണ്ട് മുല മൊത്തിയാണ് കുടിച്ച്. അപ്പൊ എല്ലാവർക്കും സന്തോഷമായി. ആസിയ ബീവി പോയിട്ട് ഫിറഔനോട് പറഞ്ഞു, ഒരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ട്, ആ പെണ്ണിനെ മുല കുടിക്കുന്നുണ്ട്, കുട്ടി ഏതായാലും കരച്ചിൽ മാറ്റി. സന്തോഷമായി. അപ്പോൾ മുല കുടിക്കൽ കഴിഞ്ഞാൽ പെണ്ണിനെ ദർബാറിൽ ഹാജരാക്കുന്ന പറഞ്ഞു ഫിറഔന്. അപ്പൊ പെണ്ണിനെ പേടിയായി. പഠിച്ചോന്റെ തല വെട്ടൽ ഉറപ്പാണ്. എന്തുകൊണ്ട് എന്റെ വിളവണ കൃത്യക്കാർ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറയുന്നു. പേടിച്ചോണ്ടാ പോയത്. അവിടെ ചെന്ന് പറഞ്ഞ്, നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട് ആ കുട്ടി ഇനി മുലകുടി മാറ്റുന്ന രഞ്ജന മുല കൊടുക്കണം. അപ്പോൾ പറഞ്ഞു, ഞാൻ എങ്ങനെ മുല കൊടുക്കും? അന ഫക്കീറ, എനിക്കെന്നെ ഒരു കുട്ടിയുണ്ട്, മുല കുടിക്കണ കുട്ടിയുണ്ട്. അപ്പോഴത്തിന് മുലകുടി മാറ്റിയിട്ടില്ല ഹാറൂന്. അപ്പോഴല്ലേ മുലുണ്ടാവുള്ളൂ. അല്ലെ എന്റെ കുട്ടി അവിടെ ചോദിക്കൂലേ? ഹാറൂന്റെ മുലകുടി മാറാത്ത സമയത്തുണ്ടായ കുട്ടിയാണ് ആര്? മൂസ. അപ്പൊ കാണിച്ചു കൊടുക്കാൻ അവിടെ കുട്ടിയുണ്ട്. ആര്? ഹാറൂൻ. 1 വയസ്സിന് വ്യത്യാസം രണ്ടാളും തമ്മിൽ. ആരും ഞാനും ഫക്കീറാത്തായ പെണ്ണാണ്. അപ്പോൾ പറഞ്ഞ്, ഖജനാവിൽ നിന്ന് എല്ലാ ദിവസവും ഓരോ സ്വർണ്ണ നാണയം നീ വാങ്ങിക്കോന്ന് ഞാൻ വിധിച്ചിട്ടുണ്ട്. ആര്? മുത്തുനബി പറഞ്ഞു, ഇങ്ങനെ മുലപ്പാലിന്റെ വില കിട്ടിയ ഒരാളുണ്ടാവില്ല ലോകത്ത്. ഓള കുട്ടിക്ക് ഓളന്നെ മുല കൊടുക്കും. കൂലി വാങ്ങും. എല്ലാ ദിവസവും എത്ര? 1 പവൻ, 1 സ്വർണ്ണ നാണയം വാങ്ങും. മുലപ്പാലിനെ ഫിറൗനല്ലേ കൊടുക്കുന്നത്? ഫിറൗൻ കൊടുത്ത മുറിയിലല്ലോ രാജാവ്, രാജാതിരാജന്. മൂസാന്റെ ഉമ്മാനെ പറ്റി ചിന്തിച്ചോളി. തന്റെ കുട്ടിക്ക് മൂസാന്റെ ഉമ്മ എന്ത് ചെയ്യും? മുല കൊടുക്കും. കൂലി വാങ്ങിയും. എന്താ കൂലി? 1 സ്വർണ്ണ നാണയം. ഒരു ദിവസം 1 സ്വർണ്ണ നാണയം. കുടുംബത്തിന് ചെലവ് കഴിഞ്ഞാലും ബാക്കി ഉമ്മാന്റെ മുലപ്പാൽ കൊടുക്കൊണ്ട് കുട്ടി തിരിച്ചു വന്നു. മനസ്സിലായ പറഞ്ഞറിയിലേക്ക് ഈ കുട്ടിയെ ഞാൻ നിനക്ക് തന്നെ തിരിച്ചു. ഞാൻ മുർസലാക്കും. ഈ പേടിക്കണ്ട, ഈ പേടിക്കരുത്, ഒരു മുഷിപ്പുണ്ടാകരുത്. ഇന്നറാദ്ദൂഹിലേക്ക് ഞാൻ നിനക്ക് ഈ കുട്ടിയെ തിരിച്ചു തരും. ആര് പറഞ്ഞു? അതേ അള്ളാഹ് നമ്മളോട് പറഞ്ഞു. എന്ത്? الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. മുഅ്മിനീങ്ങൾക്ക് എവിടെയും സുരക്ഷിതത്വം ഉണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങൾക്ക് എവിടെയും സുരക്ഷ ഉണ്ടാവും. പേടിക്കണ്ട. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സുരക്ഷിതത്വം നൽകും. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. വലം യൽബിസു ഈമാനഹും ബിഗുൽമിൻ. അവരുടെ ഈമാനെ അക്രമത്തിൽ കലർത്താൻ പാടില്ല, അധർമ്മം കൊണ്ട് മലിനപ്പെടുത്താൻ പാടില്ല. ശിർക്ക് എന്ന് മാന വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുക. അല്ലാഹു ശിർക്കിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും മിൻ ബഅദി അശ്ശിർക്കുൽ അസ്ഗർ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. എനിക്ക് ശേഷം ഞാൻ ഏറ്റവും പേടിക്കുന്ന കാര്യം ശിർക്കുൽ അസ്ഗർ ആണെന്ന് മുഹമ്മദ് മുസ്തഫ. ഖാലു, അവർ ചോദിച്ചു, വമ ശിർക്കുൽ അസ്ഗർ യാ റസൂലല്ലാഹ്? ഖാല അൽറിയാ, ലോകമാന്യം. ഇഖ്ലാസ് ഇല്ലാതിരിക്കുക, പണിയെടുത്തിട്ട് കാര്യമില്ല. എന്ത് വേണം?
ഖലാസ് ഉണ്ടാവണം. ദുൽമ് ശിർക്ക് തന്നെയാണ് റിയാ. അതായത് ഒരു അമൽ ചെയ്യുമ്പോൾ സൃഷ്ടികളും കാണട്ടെ എന്ന് ആഗ്രഹിക്കുക, സൃഷ്ടികളെ പരിഗണിക്കുക, സൃഷ്ടികളുടെ കസേരകളെ പരിഗണിക്കുക. സൃഷ്ടികളുടെ കസേര, സൃഷ്ടികൾ തരുന്ന കസേര വലിയത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിമ തല്ലുപൊടി ഉണ്ടാക്കുക. അവിടുന്ന് മുസ്ലിം നേതാക്കൾ താഴെ ഇറങ്ങാത്ത കാലത്തോളം പ്രശ്നങ്ങൾ പരിഹരിക്കുക. അല്ലെങ്കിൽ സ്റ്റേജിന്റെ താഴെയുള്ള ആളുകൾക്ക് ഒരു പണിയില്ല, സ്റ്റേജിന്റെ മുകളിൽ മാത്രമുള്ളൂ. ഇത് മുകൾ ഭാഗത്ത് നേരെയായാൽ താഴ്ഭാഗത്ത് നേരെയായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മനസ്സിലായില്ലേ? മുകൾ ഭാഗത്ത് പൊളിച്ചിട്ടില്ലെങ്കിൽ താഴെ പൊളിച്ചിട്ടുണ്ടാവില്ല. കഞ്ഞി ഇങ്ങനെ മുക്കി നോക്കി, കഞ്ഞൊന്നിങ്ങനെ മുക്കി നോക്കി, ഇന്നലത്തെ കഞ്ഞിയാണ്, ഒന്നിങ്ങനെ മുക്കി നോക്കി, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈ താഴെ പൊളിച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കണ്ട. മേലെ പൊളിച്ചിട്ടില്ലെങ്കിൽ താഴെ പൊളിച്ചില്ല. ഇതാ ത്വാബ അലാ ത്വാബ അസ്ഫലു, ഇതാ ഖബത അലാ ഖബത അസ്ഫലു. മേലെ മോശമായാൽ താഴെയും മോശമാവും, മേലെ നന്നായാൽ താഴെയും നന്നാവും. താഴെയുള്ളവർക്ക് പണിയില്ല, മേലുള്ളവർക്കാണ് പണി. പണി പിന്നെ പോലത്തെ ആളുകൾക്കാണ്, പണി എന്നെ പോലത്തെ ആളുകൾക്കാണ്. മറ്റൊക്കെ മേലല്ലേ? ദുനിയാവിന്റെ കോലം കെട്ടുക, ദുനിയാവിന് വേണ്ടി നടക്കുക, ദുനിയാവിന്റെ അഹങ്കാരങ്ങൾ പറയുക, ദുനിയാവിന്റെ ബലിപ്പത്തരങ്ങൾ വിളിച്ചു പറയുക. അതിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് പുറകോട്ട് പോകാൻ അള്ളാഹുവിന്റെ നുസ്രത്ത് വരികയില്ല. അള്ളാഹിന്റെ നുസ്രത്ത് വരണമെങ്കിൽ എന്ത് വേണം? മുകൾ ഭാഗത്തെ വർത്തമാനങ്ങൾക്ക് നിർത്തിയിട്ട് അള്ളാഹുവിലേക്ക് വസ്ജുദ് വഖ്തരിബ് ഇങ്ങനെ പിടിക്കാനല്ല. നബിയെ അവൻ തല്ലാനെന്ന് വരട്ടെ, നമുക്കൊന്ന് കാണാനല്ലോ, നിങ്ങൾ ഇങ്ങനെ വെക്കുന്നല്ല. വസ്ജുദ് നിങ്ങൾ ഇങ്ങനെ വെക്കുന്നതാണ്. അവൻ നിങ്ങളെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ ആര് നോക്കും? ഞാൻ നോക്കും. നിങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് ഇന്നോളി എന്നല്ല പറഞ്ഞേ. പിന്നെന്താ പറഞ്ഞ്? കല്ലാല ഇല്ലം ينتهي لنسفعا بالناصية ناصية كاذبة خاطئة فليدعو ناديه سندعو الزبانية كلا لا تطيعه واسجد. തല താഴത്ത് കളിക്കി, വഖ്തരിബ് എന്നിലേക്ക് അടുക്കി. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഒരു പ്രശ്നം ഉണ്ടാവില്ല. മേലുള്ള വർത്തമാനങ്ങൾ അവസാനിപ്പിക്കുക. ആൾക്കൂട്ടങ്ങനെ കാണുമ്പോഴത്തിന് അന്തം വിടാതിരിക്കുക. ആൾക്കൂട്ടങ്ങൾ യോഗങ്ങൾ കൂടുമ്പോഴത്തിന് പ്രശ്നം പരിഹരിക്കുമെന്ന് വിചാരിക്കുന്ന വിഡ്ഢിത്തരം അവസാനിപ്പിക്കുക. എന്നാൽ ജനാധിപത്യ സമരങ്ങൾ ആവശ്യമല്ലേ? തീർച്ചയായും ആവശ്യമാണ്. പക്ഷെ പ്രശ്നം പരിഹരിക്കില്ല. അതെന്തിനാണ്? അതതിൻ്റെ പണിയാണ്, അതതിൻ്റെ ആവശ്യത്തിനാണ്. പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആദ്യം തുറക്കണം, അള്ളാഹു തുറക്കണം. ജനാധിപത്യ സമരങ്ങൾ ആവശ്യമല്ലേ? ആവശ്യമാണ്. ജനാധിപത്യം ഒരുമിച്ച് കൂടൽ ആവശ്യമല്ലേ? ആവശ്യമാണ്. തീർച്ചയായും ആവശ്യമാണ്. ജനാധിപത്യ രാജ്യങ്ങളിൽ ജനാധിപത്യ സമ്മേളനങ്ങളും ജനാധിപത്യ സമരങ്ങളും ആവശ്യമാണ്. പക്ഷെ പ്രശ്നം പരിഹരിക്കുകയില്ല. പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അല്ലാഹു സഹായിക്കണം. പ്രശ്നം പരിഹരിക്കും. ആൾക്കൂട്ടങ്ങളെ കണ്ട് വഞ്ചിതരാക്കണ്ട. ആൾക്കൂട്ടങ്ങളെ കണ്ട് വഞ്ചിതരായാൽ പ്രശ്നം പരിഹരിക്കില്ല. ആൾക്കൂട്ടം കൊണ്ട് ഒരു ബേജാറാകണ്ട. നമ്മുടെ ആൾക്കൂട്ടം മറ്റുള്ളവരെ നെട്ടിച്ച് കളഞ്ഞു വിചാരിക്കണ്ട. അതിനേക്കാൾ ആൾക്കൂട്ടം ഉണ്ടാക്കാൻ മറ്റൊരു കഴിയും. അത് വിഷയമുള്ള കാര്യമില്ല. ആൾക്കൂട്ടങ്ങൾ അനാവശ്യങ്ങളും അല്ല. പക്ഷേ ആൾക്കൂട്ടങ്ങളിൽ വഞ്ചിതരാകണ്ട. പ്രശ്നം പരിഹരിക്കേണ്ടത് ആരാണ്? അല്ലാഹുവാണ്. എന്നാ പ്രശ്നം ആൾക്കൂട്ടങ്ങൾ ആവശ്യമില്ലേ? തീർച്ചയായും ആവശ്യം. പക്ഷെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുക? ഇന്നൽ ഖുലൂബ ബിയദിർ റഹ്മാൻ യുഖല്ലിബുഹാ കൈഫ യശാ. ഹൃദയങ്ങൾ ആരുടെ കയ്യിലാണ്? മാറ്റാനും മറിക്കാനും അല്ലാഹു കഴിയുന്നുണ്ട്. പ്രശ്നം പരിഹരിക്കും, പ്രശ്നം പരിഹരിക്കും. പക്ഷേ മനസ്സിലായോ? നിങ്ങൾക്ക് കുറച്ച് താമസം ഉണ്ടാവും. അതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് എൻ്റെ അബ്ദിനെ ഞാൻ പരീക്ഷിച്ച് നന്നാക്കാൻ തീരുമാനിക്കും. പരീക്ഷിച്ചു അപ്പോഴൊക്കെ നന്നായാൽ കൽഫിളത്തിൽ മുസഫാറ്റി ശുദ്ധീകരിക്കപ്പെട്ട വെള്ളി പോലെയാവും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളാക്കി തരട്ടെ. അപ്പം ഞാൻ അവനെ റഹ്മത്ത് ചെയ്യാണ്. കൽഫിളത്തിൽ മുസഫാറ്റി ഞാൻ പരീക്ഷണം നടത്തും. പരീക്ഷണവും പ്രയാസങ്ങളും അവന്റെ മേൽ ഇട്ട് കൊടുക്കും. കൽഫിളത്തിൽ മുസഫാറ്റി അവൻ ശുദ്ധീകരിക്കപ്പെട്ട വെള്ളി പോലെയായി തീരുമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അടിമയുടെ മേൽ പരീക്ഷണം ഇട്ട് തരും. കൽഫിളത്തിൽ മുസഫാറ്റി, പിന്നെ ശുദ്ധീകരിക്കപ്പെട്ട, കടഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ട വെള്ളി പോലെ, ഒന്നാം നമ്പർ വെള്ളി. ഒരു കുഴപ്പം യഥാർത്ഥ മുമ്പിനോ പരീക്ഷണങ്ങൾ ഇല്ലെങ്കിലോ നമ്മൾ ഒരു ബോജാറില്ല നടക്കും. എല്ലാം കൂടെ തലയിൽ മറിഞ്ഞിട്ടും ബേജാറില്ലാത്തവരുണ്ട്. 22-ാം തീയതിക്ക് വേണ്ടിയും മാത്രമേ എല്ലാവരും ദ്വാരന്നിട്ടുള്ളൂ. 23-ാം തീയതി ആരും മനസ്സിലില്ല. ഇത് ഒന്നാമൊരു അവസരമാണ്. ഈ അവസരം മുതലെടുക്കണം. എങ്ങനെയാണ് നമ്മൾ നന്നാവുക? അള്ളാഹിനോട് പറയുക. ഇന്നലെ രാത്രി തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്ത ആളുകൾക്ക് കൈപൊക്കാം. എന്നിട്ട് കുറച്ചാളല്ലേ ഉള്ളൂ, കുറച്ച്
എന്ത് ബാക്കിയുള്ളവർക്ക് പണി? എന്നെ ആത്മാർത്ഥമായി ദ്വാരക്കുക. പ്രശ്നം പരിഹരിക്കും, പ്രശ്നം പരിഹരിക്കും. പെട്ടെന്ന് പരിഹരിക്കൂല, പെട്ടെന്ന് പരിഹരിക്കൂല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ശുദ്ധീകരിക്കപ്പെട്ട വെള്ളിയെ പോലെയാകും ഒരു മുഅ്മിനായ മനുഷ്യൻ. പരീക്ഷണങ്ങൾ വരും, പരീക്ഷണങ്ങളിൽ കടന്ന് നേറി നേറി കൽഫിള്ളത്തിൽ മുസഫ, ശുദ്ധീകരിക്കപ്പെട്ട വെള്ളി പോലെയായി തീരും മുഅ്മിനായ മനുഷ്യനെന്ന് മുഹമ്മദ് മുസ്തഫ. അവസ്ഥയിലേക്ക് നമ്മളെ ശുദ്ധീകരിച്ച് തരട്ടെ. നമുക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണം തരാതെ അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു തആല നമുക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണം തരാതിരിക്കട്ടെ. അവന്റെ ബേജാറാവണ്ട. ഇന്നൽ ഖുലൂബ ബിയദിർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ കയ്യിലാണ് ഏതൊരു ഹൃദയവും. മാറ്റാനും തിരുത്താനും ആർക്ക് കഴിയും? ഒരു പേടി മേടിക്കണ്ട, ഒരു പേടി മേടിക്കണ്ട. പിന്നെ രാഷ്ട്രീയത്തിനെ പറ്റിയുള്ള ആയത്ത് മറക്കരുത്. രാഷ്ട്രീയത്തിനെ പറ്റിയുള്ള ആയത്ത് നിങ്ങൾ മറക്കരുത്. ആലി ഇംറാൻ 26. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. قل اللهم اللهم مالك الملك ഏതൊരു അധികാരത്തിന്റെയും ഉടമക്കാരനെ. അമേരിക്കൻ പ്രസിഡന്റിനെ നിയന്ത്രിക്കുന്നതും നിശ്ചയിക്കുന്നതും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിശ്ചയിക്കുന്നതും ഒക്കെ ആരാണ്? ഖുൽ അല്ലാഹുമ്മ മാലിക്കൽ, അധികാരത്തിന്റെ ഉടമക്കാരനാരാ? അല്ലാഹു. തുത്തിൽ മുൽക മിമ്മൻ തശാഉ, നീ ഉദ്ദേശിച്ചവർക്ക് ഉദ്ദേശിച്ച കാലത്ത് നീ അധികാരം കൊടുക്കൂ. വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ, നീ ഉദ്ദേശിച്ചവരെ ഉദ്ദേശിച്ച കാലത്ത് നീ പുറത്തേക്ക് ഒഴിവാക്കുകയും ചെയ്യും. ഇപ്പൊ തുത്തിൽ മുൽക മിമ്മൻ തശാഉ BJP ആണ്, വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ കോൺഗ്രസുമാണ്. ഇപ്പൊ ഈ ആയത്തിന്റെ അർത്ഥം BJP എന്നാണ്. തുത്തിൽ മുൽക BJP, തൻസിഉൽ മുൽക വതുഇസ്സു മൻ തശാഉ. ചില കാലത്ത് നീ ചിലരെ യോഗ്യന്മാരാക്കും. ഇങ്ങനൊരു കാലം വരും അവർക്ക് ഭൂരിപക്ഷത്തോട് തന്നെ ഉണ്ടാകാൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ അധികാരം അള്ളാഹു അവരിൽ നിന്ന് ഊരിയെടുക്കും. അതുവരെ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട വെള്ളി പോലെ ആവേണ്ടി വരും. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء. ചില കാലത്ത് നീ ചിലരെ യോഗ്യന്മാരാക്കും, ചില കാലത്ത് നീ ചിലരെ അധമന്മാരാക്കും. ഇങ്ങനെ നടക്കാൻ പറ്റില്ല, ഇങ്ങനെ നടക്കേണ്ടി വരും. ബിയദിക്കൽ ഖൈർ, ഏതൊരാൾക്ക് കിട്ടുന്ന ഖൈറും നിന്റെ കയ്യിലല്ലേ റബ്ബേ. BJPക്ക് ഖൈർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാന്റെ കയ്യിൽ നിന്ന് പോയതാണ്. കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹ് അവരെ ഇറക്കി വിട്ടതാണ്. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, എന്തിനും നീ യോഗ്യനാണ്, എന്തിനും നീ യോഗ്യനാണ്, എന്തിനും നീ യോഗ്യനാണ്, എന്തിനും നീ ആവനുള്ളവനാണ്. ആര്? അല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പടിക്ക് നെറ്റിയോട് വെച്ചിട്ട് തല മറ്റോന് കൊടുക്കരുത്. നമ്മളിപ്പോൾ നെറ്റി ഓന് കൊടുത്തിട്ട് തല വേറുള്ളവന് കൊടുക്കരുത്. നെറ്റി കൊടുത്താൽ പോരാ, തലയും ഓനെ കൊടുക്കണം. ആർക്ക്? അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.